അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ദി ഹോർഡ് ഡയറക്ടർ ജേറഡ് കോൺ സംവിധാനം ചെയ്ത് 2016 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ ആക്ഷൻ മൂവിയാണ് ദി ഹോർഡ്. സിനിമയുടെ തുടക്കം രണ്ട് കപ്പിൾസ് ഒരു ലേക്കിന് സമീപം ടെന്റൊക്കെ കെട്ടി സന്തോഷമായ സമയങ്ങൾ ചിലവഴിക്കുന്നു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞവൻ പുറത്തു പോയിട്ട് സമയം ഒരുപാട് കഴിഞ്ഞിട്ടും അവൻ വരാത്തതിനാൽ അവൾ പോയി നോക്കുന്നു. പെട്ടെന്ന് അവൻ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയം പിന്നിൽ നിന്നും 4-5 സംഘങ്ങൾ അവനെ ആക്രമിച്ച് കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുന്നു. ഇത് കണ്ടവൾ ആകെ പേടിച്ച് തിരിഞ്ഞോടുകയാണ്. പക്ഷേ എല്ലാവരും ചേർന്ന് അവളെ പിടികൂടുന്നു. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു സ്കൂളാണ്. അവിടെ സെലീന ടീച്ചർ തന്റെ കുട്ടികളോട് സഫയർ ലേക്ക് എന്ന സ്ഥലത്ത് ട്രിപ്പ് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 4-5 ബാച്ചായിട്ടാണ് ഇവർ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ബാച്ചിലുള്ളവർ അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് ക്ലാസ്സിൽ നിന്നും പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫും പുതിയ അനുഭവ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് വെക്കണമെന്നൊക്കെ ടീച്ചർ അവരോട് പറയുന്നു. ശേഷം സെലീന ടീച്ചർ വീട്ടിൽ പോയി തന്റെ സുഹൃത്തായ ജോൺ എന്ന റിട്ടയർ സൈനികൻ ഫ്രണ്ടിനോട് ഞാൻ കുട്ടികളെയും കൊണ്ട് ട്രിപ്പ് പോകാൻ പോകുന്നു, നമുക്ക് കൂട്ടിനായി നീയും വരുമോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ, വരാമല്ലോ, അത് കൂടുതൽ നമുക്ക് സന്തോഷകരമാവുമെന്ന് ജോൺ പറയുകയാണ്. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കുട്ടികളുമൊത്ത് കാറിൽ യാത്ര തുടങ്ങുന്നു. ഈ യാത്ര അവർക്ക് എല്ലാവർക്കും കൂടുതൽ സന്തോഷം പകരുന്നു. തുടർന്ന് കഴിക്കാൻ വേണ്ടി ഒരു ബാറിൽ വണ്ടി നിർത്തി അകത്തേക്ക് പോവുകയാണ്. പെട്ടെന്നൊരു അപരിചിതൻ വന്ന് ജോണിനോട് നിങ്ങളൊരു സോൾജിയർ അല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു. ട്രിപ്പ് വന്നതാണെന്നുള്ള മറുപടി കേട്ട് കൂടുതൽ സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. അകത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സംഘങ്ങൾ കുട്ടികളോട് വന്ന് അനാവശ്യം സംസാരിക്കുകയാണ്. അത് തടയാൻ ചെന്ന ഒരു സ്റ്റുഡന്റിനെ അവർ ആക്രമിക്കുന്നു. ഇത് കണ്ട് ജോൺ തന്റെ കുട്ടികളോട് അനാവശ്യം പറഞ്ഞതെന്തിനെന്ന് ചോദിച്ചുകൊണ്ട് അവരെയെല്ലാം അടിച്ച് റെഡിയാക്കുകയാണ്. തുടർന്ന് അവിടെ പോലീസും എത്തുന്നു. അവസാനം പോലീസ് ഇടപെട്ട് പ്രശ്നമൊക്കെ സോൾവായി അവർ അവിടെ നിന്നും വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ അവർ സഫയർ ലേക്ക് എന്ന സ്ഥലത്ത് എത്തുകയാണ്. അവിടെ മറ്റ് സഞ്ചാരികൾ വന്ന കാറുകളെല്ലാം കിടക്കുന്നു. ഹൈക്കിംഗ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ആളൊഴിഞ്ഞ കാട്ടിൽ കൂടെ അവർ അങ്ങനെ നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്ക് കണ്ണിൽ കണ്ട ജീവികളെയെല്ലാം അവർ ഫോട്ടോസ് എടുക്കുന്നു. ശേഷം നല്ല വൃത്തിയുള്ള സ്ഥലം നോക്കി ടെന്റ് അടിച്ചവർ ക്യാമ്പ് ചെയ്യുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി സമയങ്ങൾ ആസ്വദിക്കുമെന്ന് ടീച്ചർ അനുവാദം കൊടുക്കുന്നു. അങ്ങനെ രണ്ട് സ്റ്റുഡൻസുകളായി 2 വഴിക്ക് അവർ പോകുന്നു. ടീച്ചറും ജോണും അവരുടെ വഴിക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ ആളൊഴിഞ്ഞ സ്ഥലത്ത് 2 സ്റ്റുഡൻസുകൾ വന്നിട്ട് അവൻ അവരുടെ ഡ്രസ്സ് ഉരിപ്പിച്ചിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുകയാണ്. തള്ളേ നീ ഒരു 1.5 സാധനം തന്നടിയെന്ന് പറഞ്ഞ് കൊതിയോടെ കുറെ ഫോട്ടോസ് എടുത്ത് അവൻ ആസ്വദിക്കുന്നു. ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് അവൻ പറയാണ്. ലേക്കിനടുത്ത് വന്ന് ജോൺ സെലീനയെ പ്രപ്പോസ് ചെയ്യുന്നു. അതിനെ അവൾ സമ്മതപൂർവ്വം സ്വീകരിച്ച് അവർ ഒരുമിക്കുകയാണ്. സമയം നല്ല രാത്രിയാകുന്നു. മറ്റേ 2 സ്റ്റുഡൻസുകൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തളർന്നിരിക്കുമ്പോൾ കുറച്ച് സംഘങ്ങൾ വന്ന് അവരെ പിടികൂടി അവന്റെ കഴുത്തിനെ അറുത്ത് കൊല്ലുന്നു. തുടർന്ന് അവളെയും തലയെ പിടിച്ച് കല്ലിലടിച്ച് കൊല്ലുകയാണ്. ഇവിടെ ക്യാമ്പിൽ ബാക്കിയുള്ളവരെല്ലാം വന്നിരുന്നിട്ട് അവർ 2 പേരും എവിടെ, അവരെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ചിറങ്ങാൻ ജോണും ഒപ്പം മറ്റൊരു സ്റ്റുഡന്റും പോവുകയാണ്. പോകുന്ന വഴിക്ക് അവനെ ആ സംഘങ്ങൾ വന്ന് പിടിക്കുകയാണ്. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനെയും ടീച്ചറിനെയും പിടികൂടുന്നു. സൗണ്ട് കേട്ട് ജോൺ തിരിച്ചു വന്ന് സംഘങ്ങളുമായി അടിപിടികൂടുന്നു. തുടർന്ന് ജോൺ കാല് തന്നെ താഴോട്ട് വീഴുകയാണ്. സംഘത്തിലെ നേതാവ് വന്നിട്ട് സെലീന ടീച്ചറിനെ നോക്കി ഇവളെ ഒന്നും ചെയ്യരുത്, ഇവളെ എനിക്ക് വേണമെന്ന് അവരോട് പറയുന്നു. ശേഷം അവരെ പിടിച്ചുകൊണ്ട് അവരുടെ താവളത്തിലേക്ക് പോവുകയാണ്. അവിടെ മനുഷ്യരുടെ രക്തം കുടിക്കാൻ വേണ്ടി ഒരുപാട് നരഭോജികൾ നിൽക്കുന്നു. ഇവരെ കണ്ടതും അവർ കൈയടിച്ച് ഒരുപാട് ഹാപ്പിയാവുകയാണ്. ഈ നേരത്ത് ഇവിടെ ജോൺ മുകളിലേക്ക് കഷ്ടിച്ച് കയറി വരികയാണ്. എന്നിട്ട് ക്യാമ്പിൽ വന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി അവരെ തപ്പി പോകുന്നു. അകത്തവർ സ്റ്റുഡൻസുകളെ കൊണ്ടുവന്ന് ആക്രമിക്കുകയാണ്. ഒരു പെണ്ണിനെ ബെഞ്ചിൽ കിടത്തിയിട്ട് 2 കൈകളിലും ആണിയടിച്ച് തറയ്ക്കുന്നു. കൂടാതെ മറ്റൊരാളും അവിടെ വന്ന് അവളെ അനാവശ്യമായി ആക്രമിക്കുന്നു. ഇവളുടെ നിലവിളി ജോൺ കേട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അകത്ത് മറ്റൊരു റൂമിൽ ഒരു സ്റ്റുഡന്റിനെ പിടിച്ച് കെട്ടിയിട്ട് നരഭോജി അവന്റെ നാക്കിനെ അറുത്തെടുത്ത് ബ്രെഡിൽ വെച്ച് തിന്നുന്നു. അവൻ കിടന്ന് അലറി വിളിച്ചിരുന്നെങ്കിലും ഒരു ദയയും നരഭോജി കാണിച്ചില്ല. തുടർന്ന് അവന്റെ കാലിനെയും കട്ട് ചെയ്തെടുക്കുകയാണ്. ജോൺ ദൂരെ നിന്നിരുന്ന കാവൽക്കാരെയെല്ലാം തന്ത്രപൂർവ്വം അടിച്ച് റെഡിയാക്കി പതുക്കെ മുമ്പോട്ട് വരുന്നു. മറ്റൊരു റൂമിൽ സെലീന ടീച്ചറിനെ കെട്ടിയിട്ട് കിടത്തിയിരിക്കുകയാണ്. മുമ്പിലായി നേതാവ് അവളെയും നോക്കിയിരിപ്പുണ്ട്. അവൾ ബോധമെഴുന്നേൽക്കുമ്പോൾ നേതാവ് തന്റെ കഥകളെല്ലാം അവളോട് പറയുകയാണ്. എനിക്കിവിടെ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകാനുള്ള ഷിപ്പ് ഉടൻ എത്തുമെന്നും കുറച്ച് സമയം കൊണ്ട് എന്റെ ദൗത്യമെല്ലാം ചെയ്തിട്ട് ഞാൻ ഈ കൺട്രി വിടുമ്പോൾ നീയും എന്റെ ഒപ്പം വരുമോ എന്ന് ചോദിക്കുന്നു. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുവെന്നും പറയുകയാണ്.
സെലീന അതിന് ദേഷ്യപ്പെട്ട് വരില്ലെന്ന് പറഞ്ഞ് എതിർക്കുകയാണ്. അപ്പോഴേക്കും അയാളുടെ സംഘം വന്നിട്ട് നമ്മളുടെ ആളുകളെയൊക്കെ ആരോ ഒരാൾ കൊല്ലുന്നു എന്ന് പറയുന്നു. പുറത്തു പോയി നോക്കി അവർ കണ്ടത് തങ്ങളുടെ കൂട്ടത്തിലൊരാളെ മണ്ണെണ്ണയിൽ കുളിപ്പിച്ചിട്ട് ഇരുമ്പ് കമ്പിയിൽ കെട്ടിയിട്ടിരിക്കുന്നു. മുമ്പിൽ നിന്നും ജോൺ തീ കത്തിച്ച അമ്പ് അവന്റെ മേലെ തറയ്ക്കുന്നു. അങ്ങനെ അവൻ കത്തിച്ചാമ്പലാവുകയാണ്. ഇത് കണ്ട് നേതാവ് ബാക്കിയുള്ളവരോട് നമ്മളെ തകർക്കാൻ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും അവനെ ജീവനോടെ പിടിച്ച് എന്റെ മുന്നിൽ കൊണ്ടിടാൻ പറയുന്നു. തുടർന്ന് അകത്തേക്ക് പോകുമ്പോൾ നിന്റെയൊക്കെ കഥ തീനട എന്ന് സെലീന നേതാവിനോട് പറയുകയാണ്. ശേഷം നേതാവിന്റെ നിർദ്ദേശപ്രകാരം അവർ അവന്റെ മുന്നിൽ പോയിരുന്നുവെങ്കിലും ജോൺ അവരെല്ലാം തന്ത്രപൂർവ്വം കൊല്ലുന്നു. തുടർന്ന് ഒരു റൂമിനകത്ത് വരുമ്പോൾ അവിടെ നാക്കിനെയും കാലിനെയും അറുത്തിട്ടിരിക്കുന്ന സ്റ്റുഡന്റ് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നത് ജോൺ കാണുന്നു. ഒരുപാട് ആൾക്കാരെ ഇതുപോലെ പിടിച്ചു കൊന്ന് തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ നരഭോജി അവിടേക്ക് എത്തുന്നു. എല്ലാ പകയും എടുത്ത് ജോൺ വലിയ കത്തി കൊണ്ട് നരഭോജിയുടെ തലയിൽ തന്നെ കുത്തിക്കീറുന്നു. അവസാനം ആ സ്റ്റുഡന്റും മരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് പോകുമ്പോൾ തൊട്ടടുത്ത റൂമിൽ മറ്റേ പെൺകുട്ടിയെ മറ്റൊരു നരഭോജി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ജോൺ ജനലിൽ കൂടെ കാലുകൊണ്ട് നരഭോജിയുടെ കഴുത്തിൽ ലോക്ക് ചെയ്ത് തലയെ ഓടിച്ചു കൊല്ലുന്നു. ശേഷം അവളുടെ കയ്യിൽ നിന്നും തറച്ചിരിക്കുന്ന ആണി മാറ്റി തുണി കൊണ്ട് ചുറ്റി പുറത്തേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കാറിൽ ഇരുത്തിയിട്ട് ഞാൻ ഉടനെ വരും, നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് ജോൺ സെലീനയെ തപ്പിപ്പോകുന്നു. അകത്ത് നേതാവിന്റെ സ്റ്റാഫുകൾ വിലയേറിയ മയക്കുമരുന്നുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ജോൺ അവിടേക്ക് വന്ന് അവിടെയൊക്കെ അടിച്ച് നാശമാക്കി സ്റ്റാഫുകളെ കൊല്ലുന്നു. ശേഷം പെട്രോൾ മുഴുവനും അവിടെ ഒഴിച്ച് തീ കൊളുത്തി അമ്പ് ചെയ്ത് ആ കോട്ട മുഴുവനും നാശമാക്കുകയാണ്. ഈ സൗണ്ട് കേട്ട് നേതാവ് വന്ന് നോക്കുമ്പോൾ താൻ ഇതുവരെ ചെയ്തു കൂട്ടിയ സമ്പാദ്യമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലായി കിടക്കുന്നു. ഇന്ന് ഞാൻ അവനെ കൊന്നിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് നേതാവ് പറഞ്ഞ് അലറുകയാണ്. ശേഷം ഇവിടെ സെലീനയെ നരഭോജികളുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടുത്തി കാറിൽ വന്ന് പോകാനൊരുങ്ങുമ്പോൾ ഒരു മലരൻ വന്നവനെ പിടികൂടി അടിപിടി ഉണ്ടാവുകയാണ്. അവസാനം ജോൺ അവനെയും തീക്കുന്നു. തുടർന്ന് വണ്ടിയെടുത്തവർ 3 പേരും രക്ഷപ്പെടുകയാണ്. പിന്നാലെ ഫോളോ ചെയ്ത് നേതാവും കൂട്ടരും. പോകുന്ന വഴിക്ക് വലിയൊരു യുദ്ധം തന്നെ അവിടെ ഉണ്ടാവുന്നു. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ അമ്പെയ്ത് അവരെ ഫോളോ ചെയ്ത് വന്ന ഡ്രൈവറുടെ തലയിൽ തറയ്ക്കുന്നു. അതോടെ അവരുടെ വണ്ടി അവിടെ നിന്നു പോവുകയാണ്. ഈ സമയം കൊണ്ട് കഴിവതും വേഗത്തിൽ പോയി ഇന്നലെ കയറിയ ബാറിൽ വന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് കാര്യമെല്ലാം പറഞ്ഞ് പോലീസിനെ വിളിക്കാൻ ഫോൺ ചോദിക്കുന്നു. തുടർന്ന് എല്ലാ കാര്യങ്ങളും പോലീസിനോട് ജോൺ പറയുന്നു. അവസാനം പോലീസ് അവിടേക്ക് എത്തുകയാണ്. അന്നേരം ബാറിലെ സ്റ്റാഫ് തോക്ക് ചൂണ്ടി അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഈ സ്റ്റാഫ് ആ നേതാവിന്റെ സംഘത്തിലെ ആളായിരുന്നു. കൂടാതെ ഇപ്പോൾ വന്ന 2 പോലീസുകാരും. ഇവർ ആകെ പെട്ടു നിൽക്കുകയാണ്. നേതാവ് അവിടെ വന്ന് ജോണിനെ ദേഷ്യം കൊള്ളിക്കുന്ന വാക്കുകൾ സെലീനയെ വെച്ച് പറയുന്നു. തുടർന്ന് പോലീസുകാർ അവനെ ഇടിക്കുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് അവരുടെ കൈകളിൽ നിന്നും തോക്ക് തട്ടിയെടുത്ത് ഒറ്റയ്ക്ക് അവരെ മുഴുവൻ നേരിടുന്നു. തുടർന്ന് കള്ളന്മാരായ പോലീസുകാരെയും നേതാവിനെയും ഒപ്പമുണ്ടായിരുന്നവരെയും വെടിവെച്ച് കൊല്ലുന്നു. മറ്റേ സ്റ്റാഫ് സെലീനയുടെ തലയിൽ തോക്ക് ചൂണ്ടി നിന്റെ ഗേൾഫ്രണ്ടിനെ ഇപ്പോൾ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വെടിവെക്കുമ്പോൾ ബുള്ളറ്റ് അതിലുണ്ടായിരുന്നില്ല. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ ശിക്ഷ നിനക്ക് ദൈവം തന്നെയാണ് തന്നതെന്ന് പറഞ്ഞ് ജോൺ അവനെയും വെടിവെച്ച് കൊല്ലുന്നു. ശേഷം ബാർ മുഴുവൻ പെട്രോൾ ഒഴിച്ചിട്ട് ആ നശിച്ച സ്ഥലത്തെ തീ കൊളുത്തി പൊട്ടിത്തെറിപ്പിക്കുന്നു. അവസാനം രക്ഷപ്പെട്ട ബാക്കിയായ 3 പേരും തിരിച്ചു പോകുമ്പോൾ ജോണിനോട് തുടക്കത്തിൽ സംസാരിച്ച അപരിചിതൻ അവനെ നോക്കി ഒരു സല്യൂട്ട് അടിക്കുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.